കണ്ണൂർ കോട്ടയിൽ ഒരു കലഹം, ഒരു പൊട്ടിത്തെറി. കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണത്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം ഭാര്യ PK ശ്യാമളയെ പരിഗണിക്കുന്നുവെന്ന് കേട്ട സമയത്ത് ചില്ലറ പൊട്ടിത്തെറികളൊക്കെ നമ്മൾ കേട്ടിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ അതൊക്കെ തീർന്നുവെന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നിതാ പാർട്ടി കോട്ടയിൽ തളിപ്പറമ്പിൽ വിമത നീക്കം. വെറും വിമത നീക്കമല്ല, പാർട്ടിക്കെതിരെ മത്സരിക്കാനാണ് തീരുമാനം. കണ്ണൂരിലെ പാർട്ടി കോട്ടയായ തളിപ്പറമ്പിലെ പാർട്ടി ഗ്രാമമായ ബലപ്പെട്ടത്ത് നിന്നുള്ള നേതാവാണ് TK ഗോവിന്ദൻ. കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ച് എന്തുകൊണ്ട് പാർട്ടി വിടുന്നുവെന്ന് TK ഗോവിന്ദൻ വിശദമായി തന്നെ അങ്ങ് പറഞ്ഞു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ 3 തവണ ഭർത്താവ് മത്സരിച്ചു, 4ാം തവണ മത്സരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഭാര്യയെ നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് 50 വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത, പാർട്ടിയെ പടുത്തുയർത്തിയ നേതാവ് പാർട്ടിയെ കൈവിട്ടത്? 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് TK ഗോവിന്ദൻ ഇന്നുന്നയിച്ചത്. ഒന്ന്, ഭർത്താവിന് പകരം ഭാര്യ എന്ന രീതി അത് CPM-ലില്ല. മാഷേ, എനിക്ക് നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോടെ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല, കാരണം എനിക്കിതിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് നമ്മളെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയാമെന്നറിയില്ല. കാരണം 2 ടേം ആയാൽ പിന്നെ മത്സരം പാടില്ല എന്നാണ്. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്? 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയെ കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് TK ഗോവിന്ദന്റെ 2ാമത്തെ ആരോപണം? MV ഗോവിന്ദൻ MLA ആയതിനു ശേഷം മണ്ഡലത്തിൽ, തളിപ്പറമ്പ് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു, എത്ര പണം ചെലവഴിച്ചു, എന്ത് പദ്ധതികൾ കൊണ്ടുവന്നു, ഇതൊന്നും പാർട്ടി അറിയിച്ചില്ല. അതായത് എല്ലാ കീഴ്വഴങ്ങുകളും കാറ്റിൽ പറത്തി. ഈ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ ഫണ്ട് വിഭജനം, ഇതെല്ലാം തന്നെ അസംബ്ലി മണ്ഡലം പാർട്ടി കമ്മിറ്റിയിൽ പറയും. MP വന്ന പക്ഷേ MLA അതിനിപ്പോൾ പതിവില്ല. ജെയിംസ് മാത്യു MLA എന്ന സമയത്ത് ഞാൻ തന്നെയാണ് അസംബ്ലി പാർട്ടി കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ അസംബ്ലി പാർട്ടി കമ്മിറ്റി വിളിച്ച് നമ്മളെന്ത് പറയും? ഇന്ന് ഇത്ര പേർക്ക് റോഡുണ്ട്, അത് ഇന്ന സ്ഥലത്ത് കൊടുക്കണം, ഇന്ന സ്ഥലത്ത് കൊടുക്കണം തീരുമാനിക്കും. അങ്ങനെ കൃത്യമായി ചെലവിൻ്റെ കണക്കിൻ്റെ ഓഡിറ്റ് ചെയ്ത് കണക്ക് വെച്ച് വികസനം, MLA ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ മണ്ഡല കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക. ഇതാണ് പാർട്ടി രീതി. MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയതിനു ശേഷം അങ്ങനെ മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു രീതി ഉണ്ടായിട്ടില്ല. ഇനി 3ാമത്തെ ആരോപണം, ആന്തൂരിലെ വ്യവസായി സാജനെ മലയാളി മറന്നിട്ടില്ല. ഇന്നതാ വീണ്ടും TK ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു, ഇനി ഒരിക്കലും മറക്കാത്ത വിധം. സാജന്റെ മരണം നടന്നു. ആന്തൂരിൽ, പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്. ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. നമ്മൾ ഉടനെ അവിടുത്തെ ചെയർമാനെ രക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നേരെ തിരിക്കും. ആ നിലയിലായിരുന്നു അവിടുത്തെ അന്നത്തെ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പൊതുയോഗം വിളിച്ചു ചേർത്തു. ഈ ടീച്ചറെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതുയോഗം നടത്താൻ കഴിയില്ല. P. ജയരാജൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാവും. അത് പറഞ്ഞതിൻ്റെ പേരിൽ, ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഗോവിന്ദൻ മാഷ് നോട്ടപ്പുള്ളിയായി. ഇങ്ങനെ സംഭവം ഇങ്ങനെ എടുത്താൽ, നിലപാടെടുത്താൽ, ആ നിലപാടിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വേട്ടയാടൻ്റെ ഭാഗമാണ് നമ്മൾ പിന്നീട് അനുഭവിച്ചിട്ടുള്ളത്. എന്നിട്ടെന്താ പറഞ്ഞത്? അതിലൊന്നും ടീച്ചർക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടും തയ്യാറാക്കിച്ചു. 25 വർഷം, അതായത് 1/4 നൂറ്റാണ്ടിലധികം ശ്രീകണ്ഠാപുരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു TK ഗോവിന്ദൻ. മലപ്പട്ടം പഞ്ചായത്ത് അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്, പാർട്ടി ഗ്രാമമാണ്. മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥികളെ അനുവദിക്കാത്ത പാർട്ടി കോട്ട. തളിപ്പറമ്പിലെ പാർട്ടി കോട്ടയിൽ നിന്ന് പാർട്ടിയെ വളർത്തിയ നേതാവ് ഇറങ്ങുന്നത് ചെറിയ കാര്യമല്ല. അസാധാരണമെന്ന വാക്കുപോലും മതിയാകില്ല. വെറുതെ അങ്ങ് ഇറങ്ങുകയല്ല,
വിമതനായി മത്സരിക്കുകയാണ് പാർട്ടിക്കെതിരെ. പി.കെ. ഗോവിന്ദന്റെ പ്രശ്നം എന്താണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ P.K. ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കുന്നതാണ് പ്രശ്നം. ഒരു മറുചോദ്യം ഇവിടെ T.K. ഗോവിന്ദനോടുണ്ട്. T.K. ഗോവിന്ദന്റെ ഭാര്യ P.K. രമണി തളിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അത് ഞാൻ പറയാം. എൻ്റെ ഭാര്യ ശ്യാമളേനേക്കാളും മുമ്പേ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള ആളാണ്. മലപ്പുറത്ത് പിന്നെ മഹിളാ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടും ശ്രീകണ്ഠ ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടും ശ്യാമള ഇടം സെക്രട്ടറി ആവുന്നതിൻ്റെ ആയിട്ടുള്ള ആളാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ കുറേ കാലം ഏരിയ സെക്രട്ടറി വിളിച്ചപ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിയാണ്. ഏരിയ കമ്മിറ്റിയിലേക്ക് ആളെ എടുക്കേണ്ട കാര്യം വന്നപ്പോൾ രമണീന് വരുമ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, മറ്റു മഹിളാ സകളെ അടുത്ത് ഇവള് എത്രയോ വർഷം ഏരിയ കമ്മിറ്റിയിൽ പെടുത്താതെ എടുക്കാതെ പ്രവർത്തിച്ചു. അന്നേരം നമ്മൾ വേലായുധൻ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആരോടും സംശയം വിളിച്ചു. വേലായുധൻ എന്നോട് പറഞ്ഞു ഇത് ശരിയല്ല, ഇത്രയേറെ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവ് നിങ്ങൾ ഭാര്യയായി പോയത് എന്നുള്ളതുകൊണ്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയാണ് അവർ തീരുമാനിച്ചു. അവസാനം എടുക്കാൻ തീരുമാനിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്.